അള്ളാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നേടിത്തരുന്ന 8 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയായി. 3 എണ്ണത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. 4ാമത്തെ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന നമുക്ക് നേടിത്തരുന്ന 8 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് 4ാമത്തെ വിഷയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് 4ാമത്തെ കാര്യം എന്നുള്ളതാണ്. മാലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് നേടിത്തരുന്ന 8ാമത്തെ വിഷയം, ഇൻദ സിയാറത്തി അഖില്ലക ഫില്ലാഹ്. നീ നിന്റെ ഒരു സ്നേഹിതനെ, നിന്റെ ഒരു സുഹൃത്തിനെ, എങ്ങനെയുള്ള സുഹൃത്താണ്? ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പണത്തിന്റെ പൊലിമയും സ്ഥാനമാനങ്ങളുടെ ഗരിമയും നോക്കിയിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. ദീനിന്റെ പേരിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിച്ച 2 സ്നേഹിതന്മാർ. അത് 2 സ്നേഹിതന്മാരും അതുപോലെ 2 സഹോദരിമാരും ആരാണെങ്കിലും, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, അവരവരുടെ ജെൻഡറിലുള്ള ആളുകളെ ദീനിന്റെ വിഷയത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടുചേർന്നാൽ അതൊരു വലിയ കർമ്മമാണ്. കാരണം അള്ളാഹുവിന്റെ പരലോകത്ത് അർശിന്റെ തണല് കൊടുക്കുന്ന വിഭാഗത്തെ 7 ആയി എണ്ണിയപ്പോ അതിലൊന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വിഭാഗം, റജുലാനി തഹാബാ ഫില്ലാഹ് വജ്തമാ അലൈഹി വതഫറഖാ അലൈഹി. അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് സ്നേഹിച്ചു, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പരസ്പരം ആശയങ്ങൾ കൈമാറി, അള്ളാഹുവിന്റെ വിഷയത്തിൽ തന്നെ അവർ പിരിയുകയും ചെയ്തു. അങ്ങനെ സ്നേഹിച്ച ആളുകൾ, അങ്ങനെ ആത്മാർത്ഥതയുള്ള സ്നേഹമുള്ള ആളുകളുടെ സ്നേഹം അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഒരു മനുഷ്യനെ സ്നേഹിച്ചു. എന്റെ ഒരു അയൽവാസിയെ ഞാൻ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വെച്ചൊരു ഇൽമിന്റെ മജ്‌ലിസിൽ കണ്ട ഒരാളിനെ ഞാൻ സ്നേഹിച്ചു, എന്നെ അദ്ദേഹവും സ്നേഹിച്ചു. അതൊരു ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമല്ല, ദീനിന്റെ പേരിലുള്ള സ്നേഹമാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. അങ്ങനെ ഒരു സ്നേഹം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. നാളെ പരലോകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കോടതിയിൽ നിൽക്കുമ്പോ വിളിച്ചു ചോദിക്കും, അത്രേ, എന്റെ വിഷയത്തിൽ ഇഷ്ടപ്പെട്ട ആളുകൾ എവിടെ? എന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ, ഒത്തുകൂടിയ, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആളുകൾ എവിടെയെന്ന് ചോദിക്കുന്നതാണ്. അള്ളാഹു നമ്മളെയൊക്കെ ആ തരത്തിലുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളുമാക്കി ആ ഗണത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തട്ടെ. അപ്പൊ മാലാഖമാരുടെ പ്രാർത്ഥന നേടിത്തരുന്ന 4ാമത്തെ വിഷയം, അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഞാനും നിങ്ങളും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ, ഒരു സ്നേഹിതനെ, ആ സഹോദരിമാരാണെങ്കിൽ അവരുടെ സ്നേഹിതയെ, സഹോദരിയെ കാണാൻ വേണ്ടിയിട്ട് കടന്നു പോകുമ്പോ, അയാളെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് കടന്നു പോകുമ്പോ, വേറൊന്നുമില്ല, ഒരു മലക്ക് അവന്റെ വഴിയിലേക്ക് കടന്നു വരുമത്രേ. എന്നിട്ട് അവനോട് ചോദിക്കും, നീ എങ്ങോട്ടാണ് പോകുന്നത്? അതിനെ തുരീതു, നീ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് ചോദിക്കും. അയാൾ പറയും, ഞാൻ ഉരീദു അഹൽ ലീ ഫീ ബലദ്. ഇന്ന നാട്ടിലുള്ള ഇന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോവാ. അപ്പൊ മലക്ക് അയാളോട് ചോദിക്കും, അത്രേ, നിനക്ക് എന്തെങ്കിലും ഭൗതികമായി അയാളിൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടോ? അപ്പൊ ഈ മനുഷ്യൻ പറയില്ല, എനിക്ക് അവനെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ മലക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആവശ്യപ്രകാരം, അനുവാദപ്രകാരം ആ മനുഷ്യനോട് പറയും, നീ എപ്രകാരം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നോ അതേ തരത്തിൽ നിന്നെയും അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ആ മനുഷ്യന് വേണ്ടിയിട്ട് പാപമോചനത്തിനായി ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ മലക്കുകളുടെ പ്രാർത്ഥന നേടിത്തരുന്ന 8 കാര്യങ്ങളിൽ 4ാമത്തതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് അല്ലാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.